ലൈംഗിക പീഡനക്കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മുങ്ങിയിട്ട് 2 ദിവസമാകുന്നു. ഇയാൾക്കായി പോലീസ് വ്യാപകമായി അന്വേഷണം നടത്തുകയാണ്. വിമാനത്താവളങ്ങളിൽ പ്രത്യേക അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. രാഹുലുമായി അടുക്കുന്നത് ആദ്യ വിവാഹം ഒഴിഞ്ഞ ശേഷമെന്ന് അതിജീവിത മൊഴി നൽകി. വിവാഹം നടന്നത് 2024 ഓഗസ്റ്റ് 22-നാണ്. ഒരുമിച്ച് ജീവിച്ചത് 4 ദിവസം മാത്രമാണ്. രാഹുലുമായി അടുക്കുന്നത് പിന്നീട് 5 മാസത്തിന് ശേഷമെന്നും അതിജീവിത മൊഴി നൽകിയിട്ടുണ്ട്. കമലേഷ് ചേരുകയാണ്. കമലേഷ്, ഇയാൾ എവിടെയോ മുങ്ങിയിരിക്കുകയാണ്, ഏതോ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. വീരവാദങ്ങളും അവകാശവാദങ്ങളും ഒന്നും കാണുന്നില്ല. എന്താണ് ഈ പോലീസിന്റെ അന്വേഷണം? ഷമി, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാ വിഷയങ്ങളെയും നിയമപരമായി നേരിടും, സത്യം ജയിക്കും എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് മുങ്ങിയതാണ്. അതിനുശേഷം ആളിനെ നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും പോലീസ് ഈ വിഷയം വളരെ ഗൗരവത്തോടെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. നേരത്തെ തന്നെ ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ നിരവധിയായ ആക്ഷേപങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നേരത്തെ തന്നെ പല സ്ത്രീകളെയും ഇത്തരത്തിൽ ഉപദ്രവിച്ചതുമായി ബന്ധപ്പെട്ട പരാതികളുണ്ടായിരുന്നു, ആക്ഷേപങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി നേരത്തെ തന്നെ ഈ കേസെടുത്ത് അന്വേഷണം നടക്കുന്നുണ്ട്. ആദ്യമായാണ് ഒരു ഇരയുടെ പരാതി അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. അതിനെ അങ്ങേയറ്റം ഗൗരവത്തോടെ തന്നെയാണ് കാണുന്നത്. വളരെ കാര്യക്ഷമമായ നിലയിൽ അതിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നു. ഏതായാലും രാഹുൽ രാജ്യം വിടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് അന്വേഷണ സംഘം മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ വിമാനത്താവളത്തിൽ ഉൾപ്പെടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിക്കാനുള്ള ഒരു നീക്കത്തിലാണ് അന്വേഷണ സംഘം ഉള്ളത്. ഏതായാലും വളരെ കാര്യക്ഷമമായി തന്നെ ഈ വിഷയത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അതേസമയം കഴിഞ്ഞ ദിവസം ഇതിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിലിന്, അതായത് മുൻകൂർ ജാമ്യത്തിനുള്ള അപേക്ഷ തിരുവനന്തപുരം കോടതിയിൽ രാഹുൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മുൻകൂർ ജാമ്യാപേക്ഷ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അതിജീവിത കൊടുത്ത പരാതിയിലെ ഒട്ടുമിക്ക കാര്യങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിൽ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒന്നിലധികം തവണ ഈ അതിജീവിതയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് രാഹുൽ ഈ ബെയിൽ ആപ്ലിക്കേഷനിൽ പറയുന്നുണ്ട്. അതോടൊപ്പം വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത് ഈ അതിജീവിതയുമായി ഈ ഗർഭമുണ്ടായത്, അതായത് ഇവർ വിവാഹിതയാണ്, അതുകൊണ്ട് അത് തൻ്റേതല്ല, അത് ഭർത്താവിൻ്റേതാകാം എന്ന കാര്യമാണ് പ്രധാനമായും പറയുന്നത്. പക്ഷേ അങ്ങനെയെങ്കിൽ ഭർത്താവിൻ്റേതാണെങ്കിൽ എന്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ അവരെ ഭീഷണിപ്പെടുത്തി ഗർഭഛിദ്രം നടത്താൻ തയ്യാറായി എന്നുള്ള ചോദ്യം സ്വാഭാവികമായും ഉയരുന്നുണ്ട്. എന്തിന് സുഹൃത്തിനെ അയച്ച് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഈ ഗുളികകൾ വാങ്ങി അവർക്ക് നൽകി എന്നതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ആ നിലയിൽ രാഹുലിന് തന്നെ കുരുക്കാകാൻ സാധ്യതയുള്ള ഒരു ബെയിൽ ആപ്ലിക്കേഷൻ ാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ നൽകിയിട്ടുള്ളത് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും ഒടുവിൽ വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ യുവതിക്കെതിരെ വലിയ ആക്ഷേപങ്ങൾ കോൺഗ്രസിന്റെ നേതാക്കളും പ്രവർത്തകരും സൈബർ ഗുണ്ടകളും ഉൾപ്പെടെ അഴിച്ചുവിടുന്ന ഒരു കാഴ്ച കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അതായത് ഭർത്തൃമതിയായ ഒരു യുവതി എന്തിന് ഇത്തരത്തിലുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടുന്നു എന്ന തരത്തിൽ ആ തരത്തിൽ അതിനെ വക്രീകരിച്ച് ആ നിലയിലുള്ള ചോദ്യങ്ങളാണ് ഇവരെല്ലാം ഉന്നയിക്കുന്നത്. പക്ഷേ അതിജീവിതം നൽകിയ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ബെയിൽ ആപ്ലിക്കേഷനിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവർ വിവാഹിതയായിരുന്നു എന്ന കാര്യം തനിക്ക് അറിയാമായിരുന്നു എന്നുള്ളതാണ്. അതായത് അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരുമായുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയിട്ടുള്ളത്. മറ്റൊന്ന്, ഈ അതിജീവിത കൊടുത്തിട്ടുള്ള മൊഴി പ്രകാരം 4 ദിവസം മാത്രമാണ് ഇവരുടെ വൈവാഹിക ജീവിതം നീണ്ടു നിന്നത് എന്നുള്ളതാണ്. ഈ വൈവാഹിക ജീവിതത്തിൽ നിന്ന് അവർ അകന്നു മാറി കഴിയാൻ തുടങ്ങിയതിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി അടുപ്പം ഉണ്ടാകുന്നത്. അതായത് ഈ വൈവാഹിക ജീവിതം വേർപ്പെടുത്തിയതിന് ശേഷം 5 മാസത്തിന് ശേഷമാണ് രാഹുലുമായി ഇങ്ങനെയൊരു റിലേഷൻഷിപ്പ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ